കഴിഞ്ഞ കുറേ മാസങ്ങളായി ലോകത്തിന്റെ സാമ്പത്തിക സാമൂഹിക രംഗത്തെ പരിപൂർണമായും കലുഷിതമാക്കിയ ഒന്നായിരുന്നു ഇറാൻ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക യുദ്ധം. ഒരു സ്റ്റാൻഡ് സ്റ്റില്ലിൽ വന്ന യുദ്ധം പിന്നീട് ഒരു സുപ്രഭാതത്തിൽ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു എന്ന വാർത്തയാണ് നാം കേൾക്കുന്നത്. രണ്ടു കൂട്ടരും പറയുന്നു ഇത് തങ്ങളുടെ വിജയമെന്ന്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന സമാധാന ഉടമ്പടിയിൽ 14 ഡിഫറെന്റ് പോയിന്റ്സ് ആണ് അവർ പറയുന്നത്. ഒരു വശത്ത് ഡൊണാൾഡ് ട്രംപും JD വാൻസും പോഡിയത്തിൽ നിന്ന് വളരെ അഭിമാനത്തോടെ അമേരിക്കൻ ജനതയോട് പറയുന്നു, നമ്മൾ ഒരു സെന്റ് പോലും ഇറാൻ ജനതയ്ക്ക് കൊടുത്തിട്ടില്ല ഈ കരാർ നടപ്പിലാക്കാൻ. മറുവശത്ത് ഇറാനിലെ സ്റ്റേറ്റ് മീഡിയ ഇറാനികളോട് ഉദ്ഘോഷിക്കുന്നു, നമ്മൾ അമേരിക്കയെ പരിപൂർണമായി ലോകവേദിയിൽ നാണം കെടുത്തി, അവർക്ക് നേവൽ ബ്ലോക്കേഡ് എടുത്തു മാറ്റേണ്ടി വന്നു, നമ്മുടെ സോവറൈൻ ഫണ്ട് അവർക്ക് റിലീസ് ചെയ്യേണ്ടി വന്നു, ഉപരോധങ്ങൾ തീർക്കേണ്ടി വന്നു, ഇത് നമ്മുടെ വിജയം. പക്ഷേ യഥാർത്ഥത്തിൽ കഥ മറ്റൊന്നാണ്. സോ ഇന്ന് പറയുന്നത് ഈ അമേരിക്കൻ ഇറാൻ ഉടമ്പടിയുടെ നമ്മൾ അറിയേണ്ട മറ്റു പല വശങ്ങളെ കുറിച്ചാണ്. സമാധാന ഉടമ്പടി മനസ്സിലാക്കുന്നതിന് മുമ്പ് അമേരിക്ക ഈ യുദ്ധത്തിന് വേണ്ടി ചെലവാക്കിയ തുകയുടെ കണക്കറിയണം. നമ്മളെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അമേരിക്കയും ഇസ്രായേലും മില്യൺ കണക്കിന് ഡോളർ വരുന്ന ആയുധങ്ങൾ ഇറാന് മേലെ പ്രയോഗിക്കുമ്പോൾ ഇറാൻ വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച ഡ്രോണുകളും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ചാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും മിഡിൽ ഈസ്റ്റിൽ നേരിട്ടത്. ആ തന്ത്രത്തിൽ അമേരിക്കക്കും ഇസ്രായേലിനും വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ജനരോഷം ഭയന്ന് പെന്റാഗൺ ഇത് ആദ്യം മറച്ചുവെച്ചെങ്കിലും യഥാർത്ഥ കണക്കുകൾ കാണിക്കുന്നത് ചിലവുകൾ ബില്യൺ കണക്കിന് ഡോളറുകളാണെന്നാണ്. നേരിട്ടുള്ള ഓപ്പറേഷനുകൾക്കായി അമേരിക്ക മാത്രം $113 ബില്യൺ ചിലവഴിച്ചു. സംഘർഷത്തിന്റെ ആദ്യ 48 മണിക്കൂറിൽ മാത്രം അമേരിക്ക വളരെ ഉയർന്ന ടെക്നോളജിക്കൽ ഇന്റർസെപ്റ്ററുകളും സ്മാർട്ട് മ്യൂണീഷനുകളും ഉപയോഗിച്ച് $5.6 ബില്യൺ വെറും 2 ദിവസം കൊണ്ട് കത്തിച്ചു കളഞ്ഞു. ആദ്യത്തെ 6 ദിവസത്തിനുള്ളിൽ ആ ബിൽ $11.3 ബില്യൺ ഉയർന്നു. ഗൾഫ് ഓഫ് ഒമാനിൽ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പുകൾ നിലനിർത്തുന്നതിന്റെയും തുടർച്ചയായ ഡ്രോണുകൾ പറത്തുന്നതിന്റെയും ഓപ്പറേഷണൽ ചിലവ് ഒരു ദിവസം $1 ബില്യൺ മുതൽ $2 ബില്യൺ വരെയായിരുന്നു. ഈ ഭീമമായ ചോർച്ച വൈറ്റ് ഹൗസിന് $87.6 ബില്യൺ അടിയന്തര ഫണ്ടിംഗ് ബിൽ കോൺഗ്രസിലൂടെ പാസ്സാക്കാൻ നിർബന്ധിതരാക്കി. പക്ഷേ ഇനി വരാനിരിക്കുന്ന അമേരിക്കൻ കഥ ഇതിലും ഭയാനകമാണ്. ഓൾമോസ്റ്റ് ഡിപ്ലീറ്റഡ് ആയ മിസൈൽ, മറ്റ് ആയുധ ശേഖരങ്ങൾ വീണ്ടും നിറക്കൽ, കനത്ത നാശം സംഭവിച്ച തങ്ങളുടെ വിദേശ താവളങ്ങൾ വീണ്ടും പുനർനിർമ്മിക്കൽ, അറ്റകുറ്റപ്പണികൾ, പരിക്കേറ്റ ആയിരക്കണക്കിന് സൈനികർക്ക് വൈദ്യശുശ്രൂഷയും നിരന്തരമായ വൈദ്യസഹായവും നൽകൽ, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കുണ്ടാകുന്ന സാമ്പത്തിക ഭാരം $650 ബില്യൺ മുതൽ $1 ട്രില്യൺ മുകളിൽ വരുമെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് അത്രേ വേറെ ഗതിയൊന്നുമില്ലാതെ തങ്ങൾ എന്തായാലും ഇറാന്റെ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്ന ആ സ്ട്രാറ്റജിയിൽ തങ്ങൾ പെട്ടുകുഴയുമെന്ന് അറിയുന്നത് കൊണ്ടാണ് അത്രേ അമേരിക്ക ഒരു ഉടമ്പടിക്ക് തയ്യാറായത്. ഇസ്ലാമാബാദ് MOU ഒരു സ്ഥിരം സമാധാന ഉടമ്പടിയല്ല, ഇത് കർശനമായ 60 ദിവസത്തെ വെടിനിർത്തൽ ചട്ടക്കൂടാണ്. ഈ ചർച്ച നടക്കുന്ന സമയത്ത് രണ്ടു കൂട്ടരും വിചാരിക്കുന്നത് തങ്ങൾക്ക് പറ്റിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിക്കാമെന്നാണ്. സോ യഥാർത്ഥത്തിൽ ഉടമ്പടിയുടെ പ്രധാന പോയിന്റുകൾ നോക്കി ഇരുപക്ഷവും എന്ത് വിലക്കാണ് പരസ്പരം വിൽക്കപ്പെട്ടത് എന്ന് നോക്കാം. ആദ്യം സൈനികമായ നിബന്ധനകൾ. ഇറാനിയൻ തുറമുഖങ്ങളിലെ നേവൽ ഉപരോധം നിർത്താൻ അമേരിക്ക പൂർണ്ണമായും സമ്മതിച്ചു. പകരം നമ്മളെ ചിരിപ്പിക്കുന്ന കാര്യം, യുദ്ധത്തിനു മുമ്പ് യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്ന സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് എന്ന വ്യാപാര വാണിജ്യപാത ഇറാൻ പൂർണ്ണമായും തുറക്കണം. അവിടെ ഇറാൻ നിക്ഷേപിച്ചിട്ടുള്ള നേവൽ മൈൻസ് എല്ലാം അവർ തന്നെ നീക്കം ചെയ്യണം. പരിപൂർണമായും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ഗതാഗത യോഗ്യമാക്കണം. രണ്ടാമത്തേതാണ് ഫ്രോസൺ ഇറാനിയൻ അസറ്റ്സ്. ലോകത്തിന്റെ പല ഭാഗങ്ങളായി അമേരിക്ക മരവിപ്പിച്ച $12 ബില്യൺ ഇറാന്റെ പണം, അത് ഇറാന് തിരിച്ചു കൊടുക്കാം എന്ന വ്യവസ്ഥ. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ ഇത് അമേരിക്കക്കാരുടെ പണമല്ല, ഇത് ഇറാന്റെ തന്നെ പണം. പലവിധ കാരണങ്ങളാൽ അമേരിക്ക പലവിധ അന്താരാഷ്ട്ര ബാങ്കുകളിൽ ഫ്രീസ് ചെയ്തിരുന്നതാണ്. ഈ പണം ഒരു കർശന അമേരിക്കൻ നിയന്ത്രിത എസ്ക്രോ അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്നാണ് അമേരിക്ക പറയുന്നത്. എന്നിട്ട് ആ പണം ഉപയോഗിച്ച് അമേരിക്കൻ കർഷകരിൽ നിന്ന് ഗോതമ്പ്, ചോളം, സോയാബീൻ മുതലായ സാധനങ്ങൾ വാങ്ങാം, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് മെഡിക്കൽ സാധനങ്ങൾ വാങ്ങാം. ഇതാണ് വ്യവസ്ഥ. പക്ഷേ ഇവിടെയാണ് ആദ്യത്തെ പ്രശ്നം വരുന്നത്. ഇറാന്റെ നേതൃത്വം ഇത് പൂർണ്ണമായും നിരസിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആത്യന്തികമായി തങ്ങളുടെ പണമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇഷ്ടമുള്ളത് എവിടെ നിന്നാണോ, ക്വാളിറ്റിയും വിലയും എല്ലാം നോക്കിയിട്ട് എവിടെ നിന്നാണോ തങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങേണ്ടത് അതിന് മാത്രമേ ഈ പണം ഉപയോഗിക്കൂ എന്നാണ് അവർ പറയുന്നത്.
എന്നാൽ ഉടമ്പടിയിലെ ഏറ്റവും വലിയ ബോംബ് ഇതൊന്നുമല്ല. അത് $300 ബില്യൺ പുനർനിർമ്മാണ ഫണ്ടാണ്. ഉടമ്പടി ഒപ്പിട്ടപ്പോൾ അമേരിക്ക ഇറാന് യുദ്ധനഷ്ടപരിഹാരമായി $300 ബില്യൺ നൽകാൻ സമ്മതിച്ചു എന്ന് ഇന്റർനെറ്റിൽ ഒരു കൺസ്പിറസി തിയറി പടർന്നിരുന്നു. വൈറ്റ് ഹൗസ് ഉടൻ ഇത് നിഷേധിച്ചു. MOUവിൽ ഇറാന്റെ സാമ്പത്തിക വികസനത്തിനും പുനർനിർമ്മാണത്തിനുമായി $300 ബില്യൺ എന്ന ലക്ഷ്യം പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ഇത് US ട്രഷറി കൊടുക്കുന്ന ഒരു ചെക്കല്ല. പകരം ഇതൊരു സ്വകാര്യ മേഖലാ നിക്ഷേപമായിട്ടാണ് ഘടന ചെയ്യപ്പെട്ടിരിക്കുന്നത്. പദ്ധതി ഇതാണ്: ബഹിരാഷ്ട്ര കോർപ്പറേഷനുകളുടെ ഒരു ഭീമൻ കൺസോഷ്യം. അമേരിക്ക, ഗൾഫ് അറബ് രാജ്യങ്ങൾ, ദക്ഷിണ കൊറിയ, ജപ്പാൻ, സിംഗപ്പൂർ, മലേഷ്യ ഇവിടങ്ങളിൽ നിന്നുള്ള സ്വകാര്യ കമ്പനികൾ ഇറാന്റെ തകർന്ന ഊർജ, ഗതാഗത, നിർമ്മാണ, ലോജിസ്റ്റിക് മേഖലകൾ പുനർനിർമ്മിക്കാൻ അവരുടെ മൂലധനം നിക്ഷേപിക്കും. കോർപ്പറേഷനുകൾ പണം ദാനം ചെയ്യുന്നതല്ല, അവർ ലാഭമുണ്ടാക്കാനാണ് ഈ പണം നിക്ഷേപിക്കുന്നത്. ഇവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടരുന്നത്. കാരണം ഇത് അമേരിക്കയുടെ മറ്റൊരു തന്ത്രമായിട്ടാണ് കാണപ്പെടുന്നത്. കാരണം ഇറാനെ സാമ്പത്തികമായി ഉപരോധിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചു, ആയുധപരമായി ആക്രമിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും നടന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സാമ്പത്തിക വ്യവസ്ഥ മെച്ചപ്പെടുത്തണം എന്ന ആ ഒരു ട്രാപ്പിലായ ഇറാന് കുറച്ച് പണം ഓഫർ ചെയ്ത്, ഇൻവെസ്റ്റ്മെന്റ് ഓഫർ ചെയ്ത്, ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളിലെല്ലാം അമേരിക്ക അൺഒഫീഷ്യലായി തങ്ങളുടെ കമ്പനികൾ വഴി പണം നിക്ഷേപിച്ച് എങ്ങനെ ആ രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നോ ആ കാര്യമാണ് നടക്കാൻ പോകുന്നത് എന്നാണ് ഇറാനിൽ ഒരു നല്ലൊരു ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത്. ഇവിടെയാണ് പ്രശ്നങ്ങൾ, ഈ കരാറിന്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. മെയിൻ ചോദ്യം ഇതാണ്: ഇത് അമേരിക്കയുടെ ഒരു ബുദ്ധിപൂർവമായ നീക്കമാണ്. സ്വകാര്യ കോർപ്പറേഷനുകൾക്ക് സാമ്പത്തിക ഭാരം കൈമാറുമ്പോൾ ഇറാനിലെ വ്യാവസായിക നിയന്ത്രണം നേടാൻ ശ്രമിക്കുന്ന ഒരു നീക്കം. ഇറാൻ ശരിക്കും പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് ഇറാനിലെ പല ഹാർഡ്ലൈൻ രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത് ഈ ഉടമ്പടി ഒരു ഭീമൻ പരാജയവും കീഴടങ്ങലുമാണെന്നാണ്. കാരണം ഇതിൽ 3 വലിയ കെണികൾ ഒളിഞ്ഞിരിപ്പുണ്ടത്രേ. ഒന്നാമത്തെ കെണി സാമ്പത്തികമായ കോളനിവൽക്കരണം. അമേരിക്കൻ പടിഞ്ഞാറൻ കോർപ്പറേഷനുകൾ ഇറാൻ പുനർനിർമ്മിക്കാനായി വരുമ്പോൾ ഇറാന്റെ പ്രധാനപ്പെട്ട എണ്ണ, വൈദ്യുതി, ന്യൂക്ലിയർ അങ്ങനെയുള്ള ഊർജ ശൃംഖലകൾ, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷിതത്വത്തെയും ബാധിക്കുന്ന പല രഹസ്യങ്ങളും അവർക്ക് വെളിവാക്കി കൊടുക്കേണ്ടി വരും. സോ ടെക്നിക്കലി അമേരിക്കയുടെ കയ്യിൽ, അമേരിക്ക നിയന്ത്രിക്കുന്ന കോർപ്പറേഷനുകളുടെ കയ്യിൽ രാജ്യത്തെ കൊണ്ടുകൊടുക്കുന്നതാണ് ഈ ഉടമ്പടി എന്നാണ് അവർ പറയുന്നത്. ഒന്നാമത്തെ ട്രാപ്പ് എന്ന് വെച്ചാൽ ഇറാന്റെ പ്രധാനപ്പെട്ട എണ്ണ ശുദ്ധീകരണശാലകൾ, ഊർജ്ജ ഗ്രിഡുകൾ, റെയിൽ ലൈനുകൾ ഇവയിലെല്ലാം പടിഞ്ഞാറൻ കോർപ്പറേഷനുകളുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ ഇറാന്റെ മുഴുവൻ സാമ്പത്തിക നിലനിൽപ്പും പടിഞ്ഞാറൻ ബോർഡ് റൂമുകളെ ആശ്രയിച്ചിരിക്കും. രണ്ടാമത്തെ കെണി, ഇവരിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പുനർനിർമ്മാണം നടത്തുമ്പോൾ ഇറാന്റെ ആഭ്യന്തര ഡേറ്റ, ലോജിസ്റ്റിക് ശൃംഖലകൾ, വ്യാവസായിക ഇന്റലിജൻസ് എന്നിവയിലേക്ക് അവർക്ക് ആഴത്തിൽ പ്രവേശനം ലഭിക്കുന്നു. സോ സ്റ്റെൽത്ത് ബോംബർ കൊണ്ട് നേടാൻ കഴിയാതിരുന്നത് കോർപ്പറേറ്റ് കരാറുകൾ വഴി അമേരിക്ക നേടിയെടുക്കുകയാണ് എന്നാണ് പലരും ഭയക്കുന്നത്. മൂന്നാമത്തെ കെണി ന്യൂക്ലിയർ ഉപാധിയാണ്, എൻറിച്ച് യുറേനിയത്തിന്റെ ശേഖരം. ഈ കോർപ്പറേറ്റ് പണം ഒഴുക്ക് അമേരിക്ക അനുവദിക്കണമെങ്കിൽ ഇറാൻ ഒരു ഉപാധി അംഗീകരിക്കണം. ഇറാന്റെ കൈവശമുള്ള 11 ടൺ എൻറിച്ച്ഡ് യുറേനിയം കൂടുതൽ സംസ്കരണം ചെയ്താൽ ഒന്നിലധികം ആണവ ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പര്യാപ്തമായ ഈ ശേഖരം ഈ ചർച്ചയുടെ നിബന്ധനകൾ അനുസരിച്ച് ഇറാന്റെ മണ്ണിൽ നിന്ന് പൂർണ്ണമായും പുറത്തേക്ക് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ആയുധ ഉൽപാദനത്തിന് സാധ്യമാകാത്ത തലത്തിലേക്ക് ഇതിനെ ലഘൂകരിക്കണം. ടെഹ്റാൻ ഇതുവരെ ഈ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. ഇറാനിലെ വിമർശകർ ഇതിനെ ഏറ്റവും അപകടകരമായ ഒരു കരാർ എന്നാണ് വിളിക്കുന്നത്. കാരണം ഈ എൻറിച്ച് യുറേനിയമാണ് ഇറാന്റെ ട്രംപ് കാർഡ്. ഇത് ഇറാന്റെ മണ്ണ് വിട്ടുപോയാൽ അത് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. സോ ഇത് കയ്യിലുള്ള ഒരു ട്രംപ് കാർഡിനെ അമേരിക്കക്ക് വിട്ടുകൊടുത്ത് അവർക്ക് വീണ്ടും ഇറാനെ, ഈ കരാറുകളെല്ലാം ലംഘിച്ച് വീണ്ടും ഇറാനെ ആക്രമിക്കാനുള്ള ഒരു വഴിയൊരുക്കുകയാണ് എന്നാണ് പലരും പറയുന്നത്. ചിന്തിക്കുമ്പോൾ അമേരിക്കയുടെ ഇത്രയും നാളത്തെ നിലപാടുകളും പ്രവൃത്തികളും അനുസരിച്ച് നോക്കുമ്പോൾ അത് സത്യമാണെന്നും കാണാം. ടെഹ്റാനിലെ വിമർശകർ പറയുന്നത് ഭരണകൂടം അവരുടെ ആത്യന്തികമായ ദേശീയ സുരക്ഷാ കവചം, ആണവ പദ്ധതി ഏതൊരു നിമിഷവും റദ്ദ് ചെയ്യാൻ കഴിയുന്ന കോർപ്പറേറ്റ് വാഗ്ദാനങ്ങൾക്ക് കൈമാറുകയാണ് എന്നാണ്. പിന്നീട് എപ്പോൾ വേണമെങ്കിലും അമേരിക്കയ്ക്കും ഇസ്രയേലിനും സംയുക്തമായി ഇറാനെ യാതൊരു ഭയവും കൂടാതെ ആക്രമിക്കാം. ശ്രദ്ധിച്ചു നോക്കിയാൽ ഇറാന്റെ ഭരണകൂടം ഈ കരാറിന് 60 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും അംഗീകാരം നൽകുകയാണെങ്കിൽ അത് അവരുടെ ഡെസ്പറേഷൻ കൊണ്ടാണെന്ന് മനസ്സിലാകും. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട്. അവരുടെ സംവിധാനങ്ങൾ, ഗതാഗതം, മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങൾ ഏതാണ്ട് നല്ലൊരു രീതിയിൽ തന്നെ തകർന്നിട്ടുണ്ട്. രാജ്യത്ത് പണപ്പെരുപ്പം കൂടി, പട്ടിണിയുടെ അളവ് വർദ്ധിച്ചു, ജനജീവിതം ദുരിതത്തിലായി. ഇനി ഈ യുദ്ധം തുടർന്നു കഴിഞ്ഞാൽ അവർക്ക് ചെറുത്തു നിൽക്കാൻ പറ്റും
മറ്റുമായിരിക്കാം. പക്ഷെ രാജ്യത്തെ സിവിൽ ജീവിതം, സാമൂഹ്യ ജീവിതം പൂർണ്ണമായും തകരാറിലാക്കും. സോ ഇറാന് വീണ് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പായിരിക്കാം ഈ കരാർ. അതിൽ തന്നെ മെയിനായിട്ടുള്ളതാണ് അന്താരാഷ്ട്ര വിപണിയിൽ ഇത്ര കാലം ഇറാൻ ഉണ്ടായിരുന്ന ഓയിൽ ഉപരോധങ്ങൾ ഉടനടി നീക്കൽ. 2026 ഓഗസ്റ്റ് 21 വരെ ആഗോള വിപണിയിൽ US ഡോളർ മാത്രം ഉപയോഗിച്ച് ഇറാന് അവരുടെ അസംസ്കൃത എണ്ണ കൃത്യമായ വിലയ്ക്ക് നിയമപരമായി വിൽക്കാം. ഇത് ഇറാൻ ഗവൺമെന്റിന് ഉടനടി ഒരു സ്വതന്ത്രമായ പണത്തിന്റെ ഒഴുക്കാണ് നൽകുന്നത്. പടിഞ്ഞാറൻ ഇടപെടലില്ലാതെ ഇറാൻ നേരിട്ട് നിയന്ത്രിക്കുന്ന എണ്ണ വരുമാനം ഉപയോഗിച്ച് അവരുടെ സ്വന്തം സൈനിക ശക്തി അവർക്ക് ഈ സമയം കൊണ്ട് പുനർനിർമ്മിക്കാൻ കഴിയും. അതേസമയം തന്നെ ഇറാനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന പടിഞ്ഞാറൻ കോർപ്പറേഷനുകളെ അനന്തമായ ബ്യൂറോക്രാറ്റിക് നടപടിക്രമങ്ങളിൽ കുടുക്കി അവർക്ക് ചൂതാട്ടം നടത്താം കുറെ കാലങ്ങളോളം. അതിനുള്ളിൽ തന്നെ ഇറാന്റെ സമ്പൽ വ്യവസ്ഥ മെച്ചപ്പെടാം. അവർക്ക് ആരുമറിയാതെ വീണ്ടും തങ്ങളുടെ ആണവ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാം. സോ അങ്ങനെ നോക്കുമ്പോൾ ഇറാനും വളരെ ശ്രദ്ധിച്ചാണ് പകിടകളിയിൽ കരുനീക്കം നടത്തുന്നത് എന്ന് മനസ്സിലാകാം. ആത്യന്തികമായി ഇത് ആരുടെ വിജയമാണ്, ആരുടെ പരാജയമാണ്?